सभी दोस्तों को VRDG हिंदी क्लासेस की एक नई कक्षा में स्वागत है। दोस्तों, आज हम हिंदी में पटकथा लेखन के बारे में चर्चा करेंगे। इस कक्षा में हम पटकथा कैसे लिखना है, पटकथा लिखते समय किन किन बातों पर ध्यान देना है एवं पटकथा के एक उदाहरण भी आपको इस कक्षा में आपको देंगे। എല്ലാ കൂട്ടുകാർക്കും VRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പട്കഥയെ പറ്റിയാണ്. എന്താണ് പട്കഥ, എങ്ങനെയാണ് പട്കഥ തയ്യാറാക്കുന്നത്, പട്കഥ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പട്കഥ എങ്ങനെ തയ്യാറാക്കണം എന്നുള്ള കാര്യം മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ശ്രദ്ധയോടുകൂടി വീഡിയോ കാണും എന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം, അല്ലേ? പട്കഥ എന്താണ് പട്കഥ എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. പട്കഥ ക്യാ ഹേ, പട്കഥ ക്യാ ഹേ, എന്താണ് പട്കഥ? പട്കഥ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ തിരക്കഥ എന്ന് പറയും, ഇംഗ്ലീഷിൽ സ്ക്രിപ്റ്റ് എന്ന് പറയും. അതായത് നമുക്കറിയാം 8, 9, 10, +1, +2 ക്ലാസ്സുകളിൽ നമുക്ക് പട്കഥ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. തിരക്കഥ എഴുതാൻ ചോദിക്കും. നമ്മൾ പഠിച്ച പാഠത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭം തന്നിട്ട് ആ സന്ദർഭത്തിന് പട്കഥ എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നമുക്ക് പട്കഥ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. पटकथा क्या है? पटकथा मूल रूप से भी लिखा जा सकता है. പട്കഥ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ എഴുതപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തിനാണ്? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. സിനിമയായിരുന്നാലും നാടകമായിരുന്നാലും അതിനൊക്കെ തിരക്കഥ എഴുതാറുണ്ട്, അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പട്കഥ എന്ന് പറയാം. പട്കഥ മൂल रूप से भी लिखा जा सकता है. പട്കഥ എഴുതപ്പെടുന്നതാണ്. और किसी उपन्यास या कहानी के लिए भी तैयार किया जा सकता है. അപ്പോൾ നമ്മൾ ഏതെങ്കിലും നോവലിന് വേണ്ടിയോ കഥയ്ക്ക് വേണ്ടിയോ ഒക്കെ നമ്മൾ തിരക്കഥ തയ്യാറാക്കാറുണ്ട്. इसमें संवाद और संवादों के बीच में होने वाली घटनाओं का ദൃശ്യ കാ വിസ്താർ വർണ്ണൻ ഹോത്താ ഹെ. അപ്പോൾ ഇതിൽ ഈ പട്കഥ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് അതിൽ വേണ്ട കാര്യങ്ങളാണ് സംവാദം, ഒരു വാർത്താലാപം, കോൺവെർസേഷൻ ഉണ്ടായിരിക്കണം, സംവാദം ഉണ്ടായിരിക്കണം. കെ ബീച്ച് ഹോനെ വാലി ഘടനാവും കാ, പിന്നെ ആ സന്ദർഭത്തിന് യോജിച്ച ഘടനകൾ, സംഭവങ്ങൾ ഉണ്ടായിരിക്കും. ദൃശ്യവും കാ വിസ്താർ വർണ്ണൻ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓരോ ദൃശ്യങ്ങളിലും വിശദമായിട്ട് വർണ്ണിക്കാറുണ്ട്. ഇസെ അംഗ്രേസിമയും സ്ക്രീൻ പ്ലേ കഹാ ജാത്താ ഹെ. സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്നത്. അപ്പോൾ പട്കഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും കൂടി പറയാം. പട്കഥ മൂल रूप से भी लिखा जा सकता है. അപ്പം പട്കഥ നമ്മൾ എഴുതപ്പെടുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് കഥ എഴുതുമ്പോൾ തന്നെയാണ് നമ്മൾ തിരക്കഥ എഴുതാറുണ്ട്. അപ്പോൾ അത് തിരക്കഥ ഫിലിമിനും അതേപോലെ നാടകത്തിനൊക്കെ തിരക്കഥാകൃത്തുക്കളുണ്ട്, അല്ലേ? അപ്പോൾ അവരെന്തിനാണ് ഈ തിരക്കഥ എഴുതി വയ്ക്കുന്നത്? അതായത് ഇത് എവിടെയാണ് നടക്കുന്നത്, ഒരു സ്ഥലം, അല്ലേ? ഒരു സ്ഥലത്ത് സന്ദർഭങ്ങൾക്കനുസരിച്ച്, അതായത് പല പല ഇൻസിഡൻറ്റ്, ഘടനകൾ കാണും. ആ ഘടനയ്ക്ക് യോജിച്ച് ഡയലോഗൊക്കെ ചേർത്താണ് നമ്മൾ പട്കഥ തയ്യാറാക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കും, പട്കഥ മൂल रूप से भी लिखा जा सकता है. പട്കഥ സാധാരണ രീതിയിൽ എഴുതപ്പെടാറുണ്ട്. और किसी उपन्यास या कहानी के लिए भी
തയ്യാർ കിയ ജാത്താ ഹെ. അപ്പോൾ ഇത് ഏതെങ്കിലും നോവലിനോ കഥയ്ക്കോ വേണ്ടിയാണ് തയ്യാറാക്കപ്പെടുന്നത്. ഇസ്മേ സംവാദ്, ഇതിൽ അതായത് ഈ പട്കഥയിൽ ഒരു സംവാദം ഉണ്ടായിരിക്കും, ഒരു കോൺവെർസേഷൻ, ഡയലോഗുകൾ ഉണ്ടായിരിക്കും. ഓർ സംവാദവും കെ ബീച്ച്, പിന്നെ ഈ ഡയലോഗിന് ഇടയ്ക്ക് സംവാദവും കെ ബീച്ച് ഹോനെ വാലി ഘടനാവും, സംവാദവും കെ ബീച്ച് ഹോനെ വാലി ഘടനാവും. അപ്പം ഈ വാർത്താലാപം, ഈ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഈ ഡയലോഗ്സിൻ്റെ ഇടയിൽ എന്താണ് ഘടനാവും വാ ദൃശ്യവും കാ വിസ്താർ വർണ്ണന. അപ്പം ഇതിൽ നടക്കുന്ന സംഭവങ്ങളും ഒരു ദൃശ്യങ്ങൾ, സീൻസ്, അതിൻ്റെയൊക്കെ വിശദമായ ഒരു വർണ്ണന ഉണ്ടായിരിക്കും. ഇതിനെ ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? സ്ക്രീൻ പ്ലേ എന്നാണ് പറയുന്നത്. സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അപ്പം പട്കഥ എന്ന് പറഞ്ഞ മൂൽ രൂപ സെ ഹം ലിഖ ജാ സക്താ ഹൈ. उपन्यास या कहानी के लिए हम पटकथा लिख सकते हैं. മനസ്സിലായല്ലോ? അതിലേക്ക് पटकथा में एक संवाद होता है. संवाद घटनाओं व दृश्यों के अनुकूल होना चाहिए. അപ്പം പട്കഥ എന്താണെന്ന് മനസ്സിലായി. ഒന്നും കൂടി പറയാം. പട്കഥ എന്ന് പറഞ്ഞാൽ ഫിലിം, പിന്നെ എന്താണ് നാടകം, അതിനൊക്കെ നിങ്ങൾ തിരക്കഥ എഴുതുന്നവരെ നിങ്ങൾക്ക് പരിചയം കാണും. അപ്പം തിരക്കഥ അതിനൊക്കെ മാത്രമല്ല എഴുതുന്നത്. ഒരു കഥ ആയിരുന്നാലും ഒരു നോവലായിരുന്നാലും അതിനും നമ്മൾ തിരക്കഥ എഴുതാറുണ്ട്. ഇവിടെ നമുക്ക് സ്കൂളുകളിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന നമ്മൾ പഠിച്ച ഏതെങ്കിലും കഥ, ഇപ്പം ഉദാഹരണത്തിന് 10ാം ക്ലാസ്സിലെ ഒരു ഠാക്കൂർ കാ കുവ എന്ന കഥ, അല്ലെങ്കിൽ നമ്മുടെ +1-ൻ്റെ +2-ൻ്റെ ഏതെങ്കിലും ഒരു കഥ, ആ കഥയുടെ ഒരു ചെറിയൊരു അംശം തന്നിരിക്കും. ആ അംശം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ അംശത്തിന് യോജിച്ച ഒരു തിരക്കഥ തയ്യാറാക്കാനായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ അത് തയ്യാറാക്കുന്ന നിയമവും രീതിയുമാണ് ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ തിരക്കഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നോവലിനോ കഥയ്ക്കോ ഒക്കെ നമ്മൾ തിരക്കഥ എഴുതാറുണ്ട്. തിരക്കഥയിൽ ഒരു സംവാദം ഉണ്ടായിരിക്കും, പിന്നെ എന്താണ് ഒരു ഘടന, ആ ദൃശ്യങ്ങളുണ്ടായിരിക്കും. അപ്പം ആ കാര്യങ്ങളാണ്. അപ്പം ഇനി ഇത് നമുക്ക് പട്കഥാമേയും ക്യാ ക്യാ ഹോനാ ചാഹിയെ. ഒരു പട്കഥയ്ക്ക്, ഒരു തിരക്കഥ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ ആ തിരക്കഥയ്ക്ക് സാമാന്യം വേണ്ടത് എന്തൊക്കെയാണെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കും. സ്ഥാൻ, ഒരു സ്ഥലം ഉണ്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സംഭവം, ഈ ഘടന, ഈ ഇൻസിഡൻറ്റ് എവിടെയാണോ നടന്നത് എന്നുള്ള കാര്യം പറയണം. അപ്പം സ്ഥാൻ, ഒരു സ്ഥലം വേണം. ഒരു സമയം വേണം. ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തായിരിക്കും ഈ ഘടന ഇവിടെ ഈ കഥയിലോ ആ നോവലിലോ ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു സമയം വേണം. ഇപ്പം സ്ഥാൻ വേണം, സമയം വേണം, പിന്നെ കഥാപാത്രങ്ങൾ വേണം, അല്ലേ? പല കഥാപാത്രങ്ങൾ നമ്മുടെ കഥയിൽ കാണും. അതുപോലെ എന്താണ് കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ സ്ഥാൻ, സമയ, കഥാപാത്ര, ഘടന, സംഭവം ഉണ്ടായിരിക്കണം. പിന്നെ സംവാദം എന്ന് പറഞ്ഞാൽ വാർത്താലാപം, കോൺവെർസേഷൻ ഉണ്ടായിരിക്കും. അപ്പം പട്കഥ എഴുതുമ്പോഴത്തേക്ക് ഈ പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ്. ഇപ്പോൾ ഒരു കഥ, നമ്മുടെ പഠിക്കാനുള്ള കഥയായിരിക്കും. ആ കഥ നടക്കുന്നത്, അല്ലെങ്കിൽ കഥയുടെ ആ ഇൻസിഡൻറ്റ് പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചായിരിക്കും. അപ്പോൾ ആ സ്ഥലം എവിടെയാണെന്ന് പറയണം. അത് എഴുതേണ്ടതുണ്ട്. പിന്നെ സമയം, എപ്പോഴാണ് അത് നടക്കുന്നത് അത് എഴുതണം. രാത്രിയാണോ പകലാണോ, 9 മണിക്കാണോ 10 മണിക്കാണോ എന്നുള്ള കാര്യം പറയണം. പിന്നെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, ഈ ദൃശ്യത്തിൽ ഏതൊക്കെയാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ ക്വസ്റ്റ്യനിൽ ആ പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ ഏതൊക്കെ കഥാപാത്രങ്ങളാണ് പങ്കെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം ആ സംഭവം എന്താണെന്ന് മനസ്സിലാക്കണം. ആ സംഭവത്തിന് ചേർന്ന ഡയലോഗുകൾ നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ ഒന്നും കൂടി പറയാം. സ്ഥാൻ, സമയ, പാത്ര, ഘടന और സംവാദ്. ഇത്രയാണ് നമ്മൾ ഒരു പട്കഥ തയ്യാറാക്കുമ്പോൾ വേണ്ടത്. ഇനി നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ആ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിക്കൂ. ആ ഉദാഹരണം ഇതാണ്. നയാ ഹിന്ദി അധ്യാപക ആഗമൻ. അതായത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സംഭവം ഇതാണ്, ഘടന ഇതാണ്. നയാ ഹിന്ദി അധ്യാപക ആഗമൻ. അതായത് ഒരു പുതിയൊരു ഹിന്ദി ടീച്ചർ വരികയാണ് ക്ലാസ്സിൽ. അപ്പം അതാണ് നമ്മുടെ വിഷയം. അപ്പം നിങ്ങൾക്ക്
ക്വസ്റ്റ്യൻ മനസ്സിലായി കാണും. നയ ഹിന്ദി അധ്യാപക ആഗമൻ. അപ്പോൾ എവിടെയായിരിക്കും അദ്ദേഹം വരുന്നത്? ഒരു സ്കൂളിലായിരിക്കും. ഒരു സ്കൂളിൽ മാത്രമാണ്, സ്കൂളിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിലായിരിക്കും അല്ലേ. അപ്പോൾ ആ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാവുന്ന കഥാപാത്രങ്ങൾ, ഒന്ന് അധ്യാപകൻ എന്തായിരുന്നാലും ഉണ്ടാവും. അപ്പോൾ ഒരു സമയത്തായിരിക്കും, അപ്പം ഏത് പീരീഡാണ് വന്നത്, ഇല്ലെങ്കിൽ ഏത് സമയത്താണ് ക്ലാസ്സിൽ വന്നത്, ഏത് ക്ലാസ്സിലാണ് വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വിശദമായിട്ട്, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ വിശദമായിട്ട് നമ്മൾ വർണ്ണിക്കണം. അപ്പം നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ വിഷയം മനസ്സിലായി. നയ ഹിന്ദി അധ്യാപക ആഗമൻ, അതാണ് നമ്മുടെ പട്കഥയുടെ വിഷയം. പട്കഥ ലേഖ് ദൃശ്യ ഏക്. ആദ്യം നിങ്ങൾ എഴുതേണ്ടത് പട്കഥ. ഇങ്ങനെ ഒരു പട്കഥ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള സംഭവങ്ങളാണ് തരണമെങ്കിലും ഏത് തന്നാലും നമുക്ക് ഒരു കഥയുടെ ആയിരുന്നാലും നോവലിൻ്റെ അംശം തന്നിട്ട് നമ്മൾ പട്കഥ എഴുതാൻ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ദൃശ്യ ഏക് എന്ന് എഴുതണം. എന്തെന്ന് എഴുതണം? ദൃശ്യ ഏക്. അതിനുശേഷം സ്ഥലം. മനസ്സിലായല്ലോ? നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഓർമ്മിക്കുക. സ്ഥലം, പിന്നെ സമയം. ഇവിടെ നോക്കൂ, നയ ഹിന്ദി അധ്യാപക ആഗമൻ, അതാണ് നമ്മുടെ ഈ എക്സാമ്പിളിലെ വിഷയം. അപ്പം നോക്കൂ, ഞാൻ എഴുതിയിരിക്കുന്ന സ്ഥാൻ ഇതാണ്, സർക്കാരി HSS ട്രിവാൻഡ്രം. അപ്പോൾ ഒരു സ്ഥലമായി, അപ്പോൾ ഒരു സ്കൂളിൻ്റെ പേരാണ് അവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഗവൺമെൻറ് HSS ട്രിവാൻഡ്രം എന്ന് കൊടുത്തിട്ടുണ്ട്. സമയം സുബഹ് 10:30 ബജെ, സമയം കൊടുത്തിട്ടുണ്ട്. എത്ര മണിക്കാണ്? 10:30 മണിക്ക്. ഇനി കഥാപാത്രങ്ങൾ, ഈ സന്ദർഭത്തിന് യോജിച്ച കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് പറയുന്നത്? പാത്ര, നയ ഹിന്ദി അധ്യാപക്. ആരാണ്? നയ ഹിന്ദി അധ്യാപക്, പുതിയ ഹിന്ദി ടീച്ചർ. ലഗ്ഭഗ് 30 സാൽ, ഇപ്പോൾ ഉദ്ദേശം ഒരു 30 വയസ്സ് പ്രായമുണ്ട്. നയ ഹിന്ദി അധ്യാപക്, പുതിയൊരു ഹിന്ദി ടീച്ചറാണ്. ഉദ്ദേശം 30 വയസ്സ്. നീല കുർത്ത തഥാ കാല പത്തലൂൻ പഹനെ ഹുയെ, അദ്ദേഹം ഒരു നീല ഷർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താണ്? ഒരു നീല ഷർട്ടും കാല പത്തലൂൻ പഹനെ ഹുയെ. കാല പത്തലൂൻ എന്ന് പറഞ്ഞാൽ കറുത്ത പാൻറ്. അപ്പം നീല ഷർട്ടും കറുത്ത പാൻറ്റും ഇട്ടിട്ടുണ്ട്. ടിപ്പ് ടോപ്പ് ഇൻഷർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. തഥാ ബ്രാൻഡഡ് ജൂത്തെ പഹനെ ഹുയെ, ഒരു ബ്രാൻഡഡ് ഷൂ ഒക്കെ അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നോക്കൂ, +2 ഹിന്ദി കി കിതാബ് പകടെ ഹുയെ കക്ഷാമയം പ്രവേശ് കർത്തേ ഹെ. ഇതാണ് നമ്മൾ ഒന്നാമത്തെ കഥാപാത്രം, അതായത് ഹിന്ദി ടീച്ചറിൻ്റെ കഥാപാത്രത്തിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ അവിടെ കൊടുത്തത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഏതെങ്കിലും കഥയുടെ ആയിരിക്കും, നിങ്ങൾ പഠിച്ച ഏതെങ്കിലും കഥയിൽ നിന്നായിരിക്കും. അപ്പോൾ ആ കഥ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് സിമ്പിളായിട്ട് എഴുതിയാൽ മതി. ഇവിടെ പറഞ്ഞത് പുതിയ അധ്യാപകനെ പറ്റിയാണ് പറഞ്ഞത്. ഒന്നാമത്തെ കഥാപാത്രം അധ്യാപകമാണ്, അതാണ് പറഞ്ഞത്. നയ ഹിന്ദി അധ്യാപക്. ആരാണ് ഒന്നാമത്തെ കഥാപാത്രം? നയ ഹിന്ദി അധ്യാപക്. ലഗ്ഭഗ് 30 സാൽ, ഉദ്ദേശം ഒരു 30 വയസ്സ് പ്രായം കാണും. നീല കുർത്ത തഥാ കാല പത്തലൂൻ പഹനെ ഹുയെ, നീല ഷർട്ടും ഒരു കറുത്ത പാൻറ്റും, പത്തലൂൺ ജീൻസിൻ്റെ പാൻറ്റും ധരിച്ചിട്ടുണ്ട്. ടിപ്പ് ടോപ്പായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. എങ്ങനെയാണ്? ഇൻഷർട്ടൊക്കെ ചെയ്ത്. തഥാ ബ്രാൻഡഡ് ജൂത്തെ പഹനെ ഹുയെ, അതുകൂടാതെ കാലിൽ ഒരു ബ്രാൻഡഡ് ഷൂ ഒക്കെ ധരിച്ചിട്ടുണ്ട്. നോക്കൂ അടുത്ത്, +2 ഹിന്ദി കി കിതാബ് പകടെ ഹുയെ കക്ഷാമയം പ്രവേശ് കർത്തേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി, ഒരു +2 ക്ലാസ്സിൽ അദ്ദേഹം പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ കഥാപാത്രം, ഒന്നാമത്തെ കഥാപാത്രം ഹിന്ദി അധ്യാപകനാണ്. ഹിന്ദി അധ്യാപകൻ ഏത് സ്കൂളിലാണ്? ഒന്ന് സ്ഥലം ഏതാണ്? സർക്കാരി HSS ട്രിവാൻഡ്രം. സമയം എത്ര മണിക്കാണ്? 10:30 അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേഷഭൂഷയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അദ്ദേഹം +2 ക്ലാസ്സിൽ ഹിന്ദി പഠിപ്പിക്കാൻ വരികയാണ്. കക്ഷാമയം പ്രവേശ് കർത്തേ ഹെ, അദ്ദേഹം ക്ലാസ്സിൽ പ്രവേശിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ കഥാപാത്രം. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ കഥാപാത്രം ആരായിരിക്കും? നമുക്കറിയാം, ക്ലാസ്സിലോട്ട് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ കുട്ടികളാണ്. നോക്കൂ, +2 കക്ഷാക്കെ ഛാത്രായ. ഇനി ആ +2 ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥിനികൾ, അവരുടെ ഡ്രസ്സ് ഇതാണ്. വർദ്ധി പഹനെ ഹുയെ. വർദ്ധി എന്ന് പറഞ്ഞാൽ യൂണിഫോം ധരിച്ച കുട്ടികളാണ്. പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. ഇനി നോക്കൂ, ഇനി പറയുന്നത് അവിടുത്തെ ക്ലാസ്സിലുള്ള ദൃശ്യങ്ങളാണ്. അപ്പോൾ കഥാപാത്രങ്ങൾ മനസ്സിലായി ആരൊക്കെയാണ്? അധ്യാപകനും, പുതിയ ഹിന്ദി അധ്യാപകനും, പിന്നെ +2 ക്ലാസ്സിലുള്ള വിദ്യാർത്ഥിനികളും.
അവരുടെ രണ്ടുപേരുടെ വേഷവിധാനങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. സാറിൻ്റെ വേഷം എങ്ങനെയാണ്, പിന്നെ അവിടെ ഇരിക്കുന്ന കുട്ടികളുടെ വേഷം, ഇതെല്ലാം നമ്മൾ പറയണം പട്കഥ എഴുതുമ്പോൾ. പിന്നെ നോക്കും, കക്ഷ ഷോർ സെ ഭരി ഹുയി, അപ്പം ക്ലാസ് ഒച്ചയിൽ മുഴുകി ഇരിക്കുകയാണ് കേട്ടോ. ആ സിറ്റുവേഷനാണ്, ഭയങ്കര ഒച്ച, ആ ക്ലാസ്സിൽ ആരുമില്ല, അധ്യാപകരാരുമില്ല, അപ്പം ക്ലാസ്സിൽ ഭയങ്കര ബഹളം. കക്ഷ ഷോർ സെ ഭരി ഹുയി, അപ്പം എന്താണ്, ശബ്ദം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, കുട്ടികളുടെ ശബ്ദം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഛാത്ര ഛാത്രായ വ്യസ്ത് ദിക് പഠിത്തേ ഹെ, അപ്പം കുട്ടികളെല്ലാം വളരെ ബിസിയിലാണ് കാണപ്പെടുന്നത്. സൗണ്ട് ഉണ്ട്, പിന്നെ എല്ലാവരും ഭയങ്കര ബിസിയാണ്, എന്തോ കാര്യത്തിൽ അവർ ബിസിയാണ്. അപ്പം ഛാത്രി ഏക്ക്, അപ്പം ആ ക്ലാസ്സിലുള്ള ഒരു കുട്ടി, ഒന്നാമത്തെ ഒരു കുട്ടി, ഒരു ലടുക്ക, ഛാത്ര ദേഖ് നയാ ശിക്ഷക് ആ രഹാ ഹെ, നോക്കൂ അതാ പുതിയ അധ്യാപകൻ വരുന്നു. ആ രഹാ ഹെ. ഛാത്ര ദോ സബ് ചുപ് രഹോ മാസ്റ്റർ ജി ആ രഹാ ഹെ, എല്ലാവരും മിണ്ടാതിരിക്കും, അതാ സാറ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് എന്ത് ചെയ്തു? ഇസി ബീച്ച് അധ്യാപക കക്ഷാമയം പ്രവേശ് കർത്താ ഹെ. ഈ സമയത്ത് അധ്യാപകൻ എന്ത് ചെയ്യുന്നു? ക്ലാസ്സിൽ പ്രവേശിക്കുന്നു. അപ്പോൾ അധ്യാപകൻ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? എല്ലാവരും നിശബ്ദമായിട്ട് എണീറ്റ് നിൽക്കുക, അല്ലേ? അതാണ് ഇവിടെയും പറയുന്നത്. സബ് ഖാമോഷിമയും ഉഡ് ഗഡേ രഹത്തെ ഹെ, എല്ലാവരും നിശബ്ദരായിട്ട് എണീറ്റ് നിൽക്കുന്നു. ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ അടുത്ത എന്തായിരിക്കും? അടുത്ത കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, ഇത് സിമ്പിൾ ആയിട്ടുള്ളതാണ്. അധ്യാപകൻ നമസ്തേ ബച്ചോ, അപ്പം അധ്യാപകൻ പറയുകയാണ് നമസ്തേ ബച്ചോ ഛാത്ര ഛാത്രായ, അപ്പം വിദ്യാർത്ഥിനികൾ എന്ത് പറയും തിരിച്ച്? നമസ്തേ ബോൾക്കെ സബി അപ്പനെ സീറ്റുമേയും ബൈഠ് ജാത്തെ ഹെ. അപ്പം ഛാത്ര ഛാത്രയും വിദ്യാർത്ഥിനികൾ നമസ്തേ പറഞ്ഞിട്ട് അവരവരുടെ സീറ്റിൽ ഇരിക്കുന്നു. അടുത്ത അധ്യാപകന്റെ ഡയലോഗ്, ആപ് ലോഗോं को ഹിന്ദി പസന്ത് ഹെ ക്യാ? നിങ്ങൾക്ക് ഹിന്ദി ഇഷ്ടമാണോ? ഹിന്ദി പസന്ത് ഹെ ക്യാ? ഹിന്ദി ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഛാത്ര ഛാത്രായ ഏക് സാത്ത്, എല്ലാവരും ഒരേ സ്വരത്തിൽ ജി സർ, അതെ സർ എന്ന് പറയുന്നു. അധ്യാപകൻ സബ്കെ പാസ് ഹിന്ദി പുസ്തക് ഹെ ക്യാ? എല്ലാവരുടെ പക്കലും ഹിന്ദി പുസ്തകമുണ്ടോ? അപ്പോൾ ഒന്നാമത്തെ ആൺകുട്ടി പറയുകയാണ്, ഛാത്രി ഏക്ക് മേരെ പാസ് നെഹിം ഹെ കൽ മേം ജറൂർ ലേക്കർ ആവൂങ്ക, നാളെ ഞാൻ ഉറപ്പായിട്ട് കൊണ്ടുവരും. ഇസി ബീച്ച് ഘണ്ടി ബജിത്തി ഹെ, ഇതിൻ്റെ ഇടയിൽ ബെല്ലടിക്കുന്നു. അപ്പം ചെറിയൊരു ദൃശ്യമാണ് ഇവിടെ കൊടുത്തത്, അല്ലേ? ചെറിയൊരു ദൃശ്യമാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. അത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് ബെല്ലടിച്ചു, അപ്പോൾ അവിടെ ദൃശ്യം അവസാനിച്ചു. ഇങ്ങനെയാണ് നമ്മൾ ദൃശ്യം തയ്യാറാക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ആ പട്കഥ ഒന്ന് ശ്രദ്ധിച്ചാലും. സബ്ജക്റ്റ് ഇതായിരുന്നു, നയാ ഹിന്ദി അധ്യാപക ആഗമൻ, പുതിയ ഹിന്ദി ടീച്ചറിൻ്റെ പ്രവേശനം ക്ലാസ്സിൽ. ഏത് ക്ലാസ്സിലെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും. അപ്പം നമ്മൾ ദൃശ്യ ഏക്കെന്ന് എഴുതുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥാൻ എഴുതുന്നു. സ്ഥാൻ ഇവിടെ നമ്മൾ സർക്കാരി HS ട്രിവാൻഡ്രം എന്ന് എഴുതി. നിങ്ങളുടെ കഥയിൽ ഏതാണോ സ്ഥലം, ആ സ്ഥലം കഥയ്ക്ക് യോജിച്ച് ആ സന്ദർഭത്തിനനുസരിച്ചുള്ള സ്ഥലം വേണം എഴുതാനുള്ളത്. ഈ എക്സാമ്പിളിൽ ഞാൻ പറയുന്ന സ്ഥലം ഒരു സ്കൂളാണ്, സ്കൂളിൻ്റെ പേര് അവിടെ എഴുതി, സർക്കാരി HS ട്രിവാൻഡ്രം. പിന്നെ ഒരു സമയം വേണമെന്ന് ഞാൻ പറഞ്ഞു, സമയം എഴുതി, സുബഹ് 10:30 ബജെ, 10:30. ഇനി കഥാപാത്രം, പാത്ര നയാ ഹിന്ദി അധ്യാപക, പുതിയ ഹിന്ദി അധ്യാപകൻ, ലഗ്ഭഗ് 30 സാൽ, ഉദ്ദേശം ഒരു 30 വയസ്സ്, നീല കുർത്ത തഥാ കാല പത്തലൂൻ പഹനെ ഹുയെ, നീല ഷർട്ടും കറുത്ത പാൻറ്റും ധരിച്ചുകൊണ്ട്, ടിപ്പ് ടോപ്പ് മേ, ബ്രാക്കറ്റിൽ ടിപ്പ് ടോപ്പ് എന്നത് ടിപ്പ് ടോപ്പായിട്ട് ഇൻഷർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. തഥാ ബ്രാൻഡഡ് ജൂത്തെ പഹനെ ഹുയ, അതുകൂടാതെ ബ്രാൻഡഡ് ഷൂ ഒക്കെ അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. +2 ഹിന്ദിക്ക് കിതാബ് പക്കടേ ഹുയെ, അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം പിടിച്ചിട്ടുണ്ട് ഒരു പുസ്തകം, +2 പഠിപ്പിക്കാനുള്ള ഹിന്ദി ടെക്സ്റ്റ് ബുക്കാണ്. കക്ഷാമേ പ്രവേശ് കർത്താ ഹെ, അദ്ദേഹം എന്ത് ചെയ്തു? ആ ക്ലാസ്സിൽ പ്രവേശിക്കുന്നു. അപ്പം അധ്യാപകനെ പറ്റിയുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇതേപോലെയാണ് നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനുള്ള കഥാപാത്രം. ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് ഓരോ ക്ലാസ്സിലുള്ള ആ കഥയും ഓരോ കഥയായിരുന്നാലും
ലേഖനമായിരുന്നാലും അതിലൊക്കെ നമുക്ക് എന്താണ് പട്കഥ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെയും എക്സാമ്പിളുകൾ വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു തരും. ഇതൊരു മോഡൽ ക്ലാസ് മാത്രമാണ്. പട്കഥ എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഈ മോഡലിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. അതിനെപ്പറ്റിയാണ് ഞാനിപ്പം സംസാരിക്കുന്നത് നിങ്ങളുടെ. അപ്പം അധ്യാപകനെ പറ്റി മനസ്സിലായി. അധ്യാപകൻ്റെ കയ്യിൽ +2 ഹിന്ദി ടെക്സ്റ്റ് ബുക്കുണ്ട്. അപ്പോൾ അതുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ക്ലാസ്സിൽ പ്രവേശിക്കുന്നു. +2 കക്ഷാക്കെ ഛാത്ര ഛാത്രായെ. അപ്പം രണ്ടാമത്തെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ആ +2 ക്ലാസ്സിലുള്ള എന്താണ് ഛാത്ര ഛാത്രായെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ. എന്താണ് വർദ്ധി അല്ലെങ്കിൽ യൂണിഫോം പാനെ ഹുയെ, എല്ലാവരും യൂണിഫോം ധരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് പറയുന്നത് സന്ദർഭം എന്താണെന്നാണ്. കക്ഷായെ शोर से भरी हुई, छात्र छात्राएं व्यस्त दिखते हैं. അപ്പം എല്ലാവരും എന്താണ് ക്ലാസ് റൂമിൽ ഒച്ചയാണ്, എല്ലാവരും എന്താണ് ഭയങ്കര ബിസിയിലാണ് എല്ലാ കുട്ടികളും. ഛാത്രി ദേഖ് നയാ ശിക്ഷക് ആ രഹാ ഹെ, നോക്കൂ പുതിയ അധ്യാപകൻ വരുന്നു, പുതിയ ടീച്ചർ വരുന്നു. ഛാത്ര ദോ സബ് ചുപ് രഹോ, മാസ്റ്റർ ജി ആ രഹാ ഹെ, എല്ലാവരും മിണ്ടാതിരിക്കും, അതാ സാറ് വരുന്നു. ഇസി ബീച്ച് അധ്യാപക കക്ഷാമയം പ്രവേശ് കർത്താ ഹെ, അവർ പറഞ്ഞു തീരുന്നതേ ഉള്ളൂ. അധ്യാപകൻ എന്ത് ചെയ്തു, ക്ലാസ്സിൽ പ്രവേശിച്ചു. സബ് ഖാമോഷിമയും ഉടുഗടേ രഹത്തെ, എല്ലാവരും നിശബ്ദരായിട്ട് എണീറ്റ് നിൽക്കുന്നു. അധ്യാപക്, ഇനി ഡയലോഗ് തുടങ്ങണം. അധ്യാപക് നമസ്തേ ബച്ചോ, छात्र छात्राएं नमस्ते बोल के सभी अपने अपने सीट में बैठ जाता है. नमस्ते പറഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ സീറ്റിൽ ഇരിക്കുന്നു. അധ്യാപക് आप लोगों को हिंदी पसंद है क्या, ഹിന്ദി പസന്ത് ഹേ ക്യാ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഹിന്ദി ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. ഛാത്ര ഛാത്രായെ ഏക് സാത്ത്, എല്ലാവരും ഒരുമിച്ച് ചെന്ന് ജി സാർ, അതെ സാർ. അധ്യാപക് സബ്കെ പാസ് ഹിന്ദി പുസ്തക് ഹേ ക്യാ, എല്ലാവരുടെ കയ്യിൽ ഹിന്ദി പുസ്തകമുണ്ടോ അല്ലെങ്കിൽ ഹിന്ദി കിതാബ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഛാത്ര ഏക്, അപ്പോഴത്തേക്ക് ഒന്നാമത്തെ ഒരു വിദ്യാർത്ഥി പറയുകയാണ് മേരെ പാസ് നഹിം ഹെ, എൻ്റെ കയ്യിലില്ല. മേരെ പാസ് നഹിം ഹെ, എൻ്റെ അടുത്ത് ഇല്ല. കൽ മേം ജരൂർ ലേക്കർ ആവുക, നാളെ ഞാൻ ഉറപ്പായിട്ട് കൊണ്ടുവരും. ഇസി ബീച്ച് ഖണ്ഡി ബജത്തി ഹെ. ഇത്രയും സംഭവം നടന്നപ്പോഴത്തേക്ക് ബെല്ലടിക്കുന്നു. അപ്പം ഇതൊരു ചെറിയൊരു പട്കഥയാണ്, തയ്യാറാക്കിയതാണ്. നിങ്ങൾ ഡെയിലി ലൈഫിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ഇതേപോലത്തെ അനുഭവങ്ങൾ, പുതിയ സാറ് വരികയും അത് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു പട്കഥ ഞാൻ തയ്യാറാക്കിയത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാനുള്ള പാഠത്തിൽ വരുന്ന പട്കഥ എങ്ങനെ തയ്യാറാക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് പട്കഥയുടെ ഏകദേശ രൂപം മനസ്സിലായി കാണും. പട്കഥയ്ക്ക് എന്തൊക്കെ വേണം, എങ്ങനെയാണ് പട്കഥ എഴുതാനുള്ളത് എന്നുള്ള കാര്യം മനസ്സിലായി കാണും. അപ്പം ഒന്നും കൂടി നമുക്കൊന്ന് ഓർമ്മിച്ച് നോക്കിയല്ലോ, പട്കഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം പട്കഥയ്ക്ക് എന്തൊക്കെ വേണം, അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കാനുള്ളത്. എന്താണ് പട്കഥയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഒരു സ്ഥലം വേണം, സമയം വേണം, കഥാപാത്രങ്ങൾ വേണം, ഒരു ഘടന വേണം, ഡയലോഗ് വേണം. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. സ്ഥലം, പിന്നെ എന്താണ് സമയം, കഥാപാത്രങ്ങൾ, പിന്നെ ആ സംഭവം, ആ ഇൻസിഡൻറ്റ്, പിന്നെ ഡയലോഗുകൾ. ഇത്രയാണ് വേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്ക് ഏകദേശം പട്കഥയുടെ ഒരു രൂപരേഖ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് പ്രയോജനകരമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. നിങ്ങൾക്ക് ഏകദേശം ഐഡിയ എങ്കിലും കിട്ടിക്കാണും. ഇത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പട്കഥ ലേഖൻ അറിഞ്ഞുകൂടാത്ത ധാരാളം കൂട്ടുകാർ കാണും. അവർക്കും ഒരു എളുപ്പ വഴിയിൽ എങ്ങനെയാണ് പട്കഥ തയ്യാറാക്കാനുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് പ്രയോജനകരമായെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത് നമ്മൾ വീണ്ടും ഒരു ക്ലാസ്സിൽ കണ്ടുമുട്ടും. ഏവർക്കും നന്ദി.